മോശയ്ക്ക് എന്തെന്നറിയാം? മോശയ്ക്ക് മനസ്സിലായില്ല. എന്തെന്നറിയാം? ഈ പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ എന്താ പറഞ്ഞേ? പാറ്റേണുകൾ നമ്മളെ ചതിക്കും. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. അതെങ്ങനാ? അതായത് നമ്മൾ ചെയ്തു വന്നൊരു രീതിയുണ്ട്. ചെയ്തു വന്ന കൺവെൻഷൻ നടത്തിയ രീതി, ധ്യാനം നടത്തിയ രീതി, ശുശ്രൂഷ ചെയ്ത രീതി പാറ്റേണാണ്. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ പറയുന്നത് ആവർത്തിക്കണം. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. പറഞ്ഞേ, ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലെയായിരുന്നത് തീ, ഇന്നലെയായിരുന്നത് തീ. ഇന്നതെന്താണ്? ഇന്നത് ചാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് തീ കത്തണമെങ്കിൽ ഇന്ന് അടുപ്പയിൽ വിറക് വെച്ച് തീ കത്തിക്കണം. ഇന്നലത്തെ തീ കെട്ടുപോയി, ഇന്നത് ചാരമാണ്. അപ്പൊ എന്താ വെച്ചാല് ഈ പാറ്റേണ് നേരത്തെ ചെയ്ത പരിചയം, അനുഭവം, എക്സ്പീരിയൻസ്, പ്രൊഫഷണലിസം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ ശുശ്രൂഷകളിൽ തീ കത്താത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്തെന്നറിയാമോ? അനുഭവ പരിചയം. ചെയ്ത് 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 നല്ല പരിചയമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ഫ്രഷായിട്ട് ദൈവത്തെ കേൾക്കാൻ ശുശ്രൂഷകർ, കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നവര് വളരെ വളരെ കുറവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ചെയ്തു വന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണുകൾ സക്സസ് ആയിരുന്നു. അടിച്ചപ്പോൾ വെള്ളം വരുമായിരുന്നു. പാറ്റേണുകൾ സക്സസ് ആണ്. ഇത് ചെയ്തു വന്നപ്പോൾ കുറച്ച് അനുഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് വിടുതലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മതിയെന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ ഇടപെടുന്നത് പുതിയ 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 വിധങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വന്ന രീതികളിൽ നമ്മളിങ്ങനെ പരിചയിച്ച് ആ അനുഭവം, ആ പാറ്റേൺ ഇങ്ങനെ വെച്ച് നമ്മൾ അതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പുതിയ വാതിലുകളിലേക്ക് തുറക്കപ്പെടാൻ നമ്മൾ തയ്യാറല്ല പലപ്പോഴും. അപ്പോൾ മോശയ്ക്ക് ഇതാണ് മോശയുടെ പ്രശ്നം. അതാണ് മോശ എന്ത് ചെയ്തു? മോശ നേരെ പകുതിയെ കേട്ടുള്ളൂ. ഈ പകുതി കേൾക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം? ഒന്നാമത് ദൈവത്തെ കേൾക്കാത്തത് എന്തുകൊണ്ടെന്നറിയാം? എന്തുകൊണ്ടായിരിക്കും? എന്നാ സിസ്റ്റർ, നമ്മൾ ദൈവത്തെ കേൾക്കാനേ താല്പര്യമില്ല. എന്നാ കാര്യം എന്നറിയാം? എന്നാ കാര്യം? നമുക്കറിയാമല്ലോ. ഇപ്പൊ കേൾക്കേണ്ട ആവശ്യം എന്നാ? ഇത് ചെയ്യേണ്ട എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടെ? എത്ര കൺവെൻഷൻ നടത്തിയതാ, എത്ര രോഗശാന്തി ശുശ്രൂഷ നടത്തി, എത്ര ഡെലിവറൻസ് മീറ്റിങ്ങൾ നടത്തിയതാ, എന്തോരം വചനം പ്രസംഗിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഈ അറിയാലോ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. അപ്പൊ മോശ പകുതിയെ കേട്ടുള്ളൂ. പാറയെന്നേ കേട്ടപ്പോൾ മോശ പറഞ്ഞു, ഓ എനിക്കറിയാം, അടിക്കാനല്ലേ. ബാക്കി കേട്ടില്ല. നേരെ പോയി പാറയെ അടിച്ചു. ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്. ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ അനുസരണക്കേട് കാണിച്ചാണ് നിൽക്കുന്നതെങ്കിലും പാറ വെള്ളം തരും. ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്. ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നതെങ്കിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം ജനത്തിന് അനുഭവം കൊടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ശുശ്രൂഷകന്റെ അഭിഷേകത്തിന്റെ തെളിവല്ല, ദൈവത്തിന് ജനത്തോടുള്ള കരുണയുടെ അടയാളമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നടന്ന അനുഭവങ്ങളെ ശുശ്രൂഷകൻ തെറ്റിദ്ധരിക്കും. എന്താണെന്നറിയാമോ? അതെന്റെ ദൈവപ്രസാദത്തിന്റെ അടയാളമാണെന്ന് വിചാരിക്കും. എന്നിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ടാണ് ഈ രോഗശാന്തി നടന്നതെന്ന് വിചാരിക്കും. രോഗശാന്തി നടന്നത് നിന്നിൽ ദൈവം പ്രസാദിച്ചുകൊണ്ടല്ല, ദൈവം ജനത്തോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 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 അപ്പൊ ഓരോ തവണ അത്ഭുതങ്ങളും അടയാളങ്ങളും ആവർത്തിക്കപ്പെടുമ്പോ നമ്മൾ ശുശ്രൂഷകർ തെറ്റിദ്ധരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ഇപ്പൊ വെള്ളം വന്നത് മോശ കൃപയിലായിരുന്നോണ്ടല്ല, ദൈവത്തിന് ജനത്തോട് കരുതലുണ്ടായിരുന്നോണ്ടാണ്. മനസ്സിലായോ? അപ്പോ പാറയിൽ ചിലപ്പോൾ അടിച്ചാലും പാറ്റേണുകൾ ആവർത്തിച്ചാലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു കാലത്ത് ദൈവം തന്നൊരു അഭിഷേകമുണ്ട്, ഒരു കാലത്ത് ദൈവം നടത്തിയൊരു വഴിയുണ്ട്, ഒരു കാലത്ത് ദൈവം പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇപ്പോഴും 50 കൊല്ലം കഴിഞ്ഞ് ചെയ്താലും എന്തുണ്ടാവും? ജനത്തിന് കുറച്ച് നന്മയൊക്കെ ഉണ്ടാവും. അത് ജനത്തോട് ദൈവത്തിനുള്ള കരുണ. അത് മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? മോശ എന്ന് അടിച്ചെന്തുണ്ടെന്നറിയാമോ? അടിച്ചത് മോശക്കറിയാം, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല പരിചയമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആത്മീയ പ്രിൻസിപ്പിൾ നമ്പർ 1, അനുഭവം നമ്മളെ ചതിക്കും. ഇന്ന് ദൈവാത്മാവ് എങ്ങനെയാണ് ഞാൻ ദൈവജനത്തെ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നെനിക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ കർത്താവിൻ്റെ അടുത്തിരുന്ന് അവനെ കേൾക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ. മനസ്സിലായോ? എന്നോട് ഒരാൾ പറഞ്ഞു, പാപത്തിന്റെ കിടക്കയിൽ നിന്ന്
ദൈവരാജ്യത്തിന്റെ വേദികളിലേക്ക് കയറിപ്പോകുന്നവര് കൂടുതലാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മനസ്സിലായോ? ഒരാൾ പറയാണ് അച്ഛാ, പാപക്കിടക്കെന്നാണ് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോണേ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമ്മള് ഒരു കാലത്ത് ദൈവം അയച്ച അഗ്നി ഇന്ന് ആ അളവില് സഭയിൽ ആവർത്തിക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം, അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എൻ്റെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാ. അന്ന് നടന്നതുപോലെ 80കളിൽ ആത്മാവിന്റെ കാറ്റടിച്ചപ്പോ അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. മാനസാന്തരങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ മാറിയതിന്റെ കാരണം മാനസാന്തരങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ശുശ്രൂഷകർക്ക് മാനസാന്തരം ഇല്ലാതായി. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ശുശ്രൂഷ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യര്, ഞാൻ ഉൾപ്പെടെ, എന്ത് ചെയ്തു? അവർക്ക് മാനസാന്തരം ഇല്ല. അവർ പ്രസംഗിക്കുന്നേ ഉള്ളൂ മാനസാന്തരം. അതുകൊണ്ട് എന്താ സംഭവിച്ചു? കേൾക്കുന്നവന്റെ ഹൃദയം തകർന്ന് അവൻ മാനസാന്തരപ്പെടുന്ന ഒരു അഭിഷേകം വെളിപ്പെടുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. 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 ഹല്ലേലൂയ. അത് കർത്താവിന്റെ ആത്മാവ് അതിശക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഉണർവ്, ഒരു തീ, അഗ്നി ഉണ്ടാവുന്നില്ല. അതൊരു അഭിഷേകം ഉണ്ടാവുന്നില്ല. ശരിക്കും ഒരു ഉണർവ് ഉണ്ടാവുന്നില്ല. ശരിക്കും എല്ലാം മറന്ന് എല്ലാം 2 കൈയും വിട്ട് കർത്താവിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടാനുള്ള ഒരു സംഭവം വരുന്നില്ല. എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളും നിങ്ങൾ അടുത്ത് ചെന്ന് പരിചയം ചോദിച്ചോ, അല്ലെ ഇടപെട്ടോ, സംസാരിച്ചോ, എന്താ പറയാൻ പോണേന്നറിയാമോ? അതായത്, ഒന്ന് ശുശ്രൂഷകൾക്കിടയിൽ ഭിന്നത, വഴക്ക്, പ്രശ്നം, പാപം, അനുസരണക്കേട്, ആ പ്രശ്നം, ഈ പ്രശ്നം, പാരവെപ്പ്, അത് ഇത് മനസ്സിലായോ? ഒറ്റക്കെട്ടായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരെ പല തട്ടുകളിലായിട്ട് പിശാച് ചതറിപ്പിച്ച് എന്തുണ്ടെന്നറിയാമോ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിശുദ്ധിയില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹമില്ല. ശുശ്രൂഷാ ജീവിതത്തെ മാത്രം ശ്രദ്ധിച്ചു, സ്വകാര്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ ശ്രദ്ധിച്ചില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, എന്തെന്നറിയാമോ? അതായത് ഗോലിയാത്തുമാർ ഇന്ന് നിൽക്കുകയാണ്. ഞാൻ ഒരു എക്സോർസിസ്റ്റ് പറയുന്നത് കേൾക്കുകയായിരുന്നു. ഒരു വലിയ പിശാച് ബഹിഷ്കരിക്കുന്ന ഒരു പുരോഹിതൻ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അമേരിക്കയിലുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇന്ന് പിശാചിനെ ബഹിഷ്കരിക്കാൻ പാടാന്ന്. പറയുന്ന ആരാ? പറയുന്നത് കത്തോലിക്ക സഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ടോപ്പ് നമ്പർ 1 എക്സോർസിസ്റ്റ് ഒരാൾ പറയാണ്, സാത്താനെ ബഹിഷ്കരിക്കാൻ ഇന്ന് പാടാന്ന്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. സഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിലും കൃപയിലുമാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സഭയ്ക്ക്, അതായത് ഒരു വ്യക്തിയുടെ അഭിഷേകത്തിലല്ല പിശാച് പുറത്തു പോണത്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പിശാച് ബഹിഷ്കരണത്തിന് കൃപ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ കൃപയിലല്ല പിശാച് പുറത്തു പോണത്. പിശാച് പുറത്തു പോണത് സഭയ്ക്ക് നൽകപ്പെട്ട കൃപയിലാണ്. സഭയ്ക്കാണ് ഇത് നൽകപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? സഭയ്ക്ക് പിശാചിനെ ബഹിഷ്കരിക്കുന്നതിന് നൽകപ്പെട്ട അധികാരം പവർഫുള്ളായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം, സഭാമക്കളില് പിശാച് നല്ലതുപോലെ താവളം ഉറപ്പിച്ചിട്ടുണ്ട്. പിശാചിന്റെ ഹബ്ബായിട്ട് സഭാമക്കൾ മാറി ഒരു പരിധി വരെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പിശാച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആര് പറഞ്ഞാലും പിശാച് ഇപ്പോ പോവത്തില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പോവാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? അവൻ പറയാണ്, എനിക്ക് എൻ്റെ താവളം ഇതിനകത്തുണ്ട് നല്ലപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്നൊരു കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഗോലിയാത്ത് വന്ന് നിൽക്കാണ്. ഗോലിയാത്ത് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദാവീദ് പടക്കളത്തിലേക്ക് സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തെ ദുഷിക്കുന്ന ഈ വിജാതീയനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? ഈ ഗോലിയാത്തിനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പൊ അത് കേട്ടിട്ട് പട്ടാളക്കാർ പറഞ്ഞു, നീ കണ്ടില്ലേ അവനെപ്പോ ഒരു മല്ലനെ എതിർത്ത് തോപ്പിക്കാൻ ആർക്ക് പറ്റും? അപ്പൊ ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടി, ഈ ബാലൻ, കൗമാരക്കാരൻ, അവൻ പറഞ്ഞു, ഞാൻ തോപ്പിക്കാം. അപ്പൊ ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് അവനെ വിളിച്ചു വരുത്തി. കേട്ടത് സത്യമാണോ? സത്യമാണ്, ഞാൻ തോപ്പിച്ചോളാം. അപ്പൊ രാജാവ് പറഞ്ഞു, മോനെ, നീ കൊച്ചു പയ്യനല്ലേ, നിനക്കിത് പറ്റുമോ? അപ്പൊ അവൻ രാജാവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, കേൾക്കണേ. അവൻ രാജാവിനോട് പറഞ്ഞ മറുപടി, രാജാവേ, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുന്ന സമയത്ത് സിംഹവും കരടിയൊക്കെ വരുമ്പോ
ഞാൻ ആ സിംഹത്തെയും കരടിയെയും അതിൻ്റെ ജടയ്ക്ക് പിടിച്ച്, അതിൻ്റെ മൂടിക്ക് പിടിച്ച് നിലത്തടിച്ച് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ നേരിടാൻ എനിക്ക് പറ്റും. എന്താണ് ദാവീദ് പറയുന്നത്? ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിശാചിനെ കുറിച്ച് പറയാൻ ഈശോ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് പിശാച് അലറുന്ന സിംഹത്തെ പോലെ. പിശാച് അലറുന്ന സിംഹത്തെ പോലെ. വെളിപാട് പുസ്തകത്തിൽ 12:13 നമ്മൾ കാണുന്നുണ്ട്, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് കരടിയുടെ രൂപസാദൃശ്യം. കരടി ബൈബിളില് പൈശാചിക പ്രതീകങ്ങളായിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് പാമ്പ്, പുരാതന സർപ്പം, അലറുന്ന സിംഹം. അബ്രഹാം ഉൽപ്പത്തി 15 പറന്നു വരുന്ന കഴുകൻ പൈശാചിക സിംബലുകളാണ്. കരടി, പുള്ളിപ്പുലി പൈശാചിക സിംബലാണ് ബൈബിളിൽ ചിലയിടങ്ങളിൽ. അപ്പൊ ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, നിങ്ങൾ കാണാത്തൊരു ജീവിതമുണ്ട് എനിക്ക്. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഗോലിയാത്തിനെ നേരിടാൻ ഈ പടക്കളത്തിൽ ഞാൻ നിൽക്കുന്നതാണ്. നിങ്ങൾ കാണാത്തൊരു സ്വകാര്യ പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എനിക്ക്. നിങ്ങൾ കാണാത്തൊരു ജീവിതം. ആ കാണാത്ത ജീവിതത്തിൽ ഞാൻ അനേകം പൈശാചിക അരൂപികളെ, പാപത്തിൻ്റെ അരൂപികളെ, പ്രലോഭനത്തിൻ്റെ അരൂപികളെ, അശുദ്ധിയുടെ അരൂപികളെ അതിൻ്റെ മുടിക്ക് പിടിച്ച് അടിച്ച് എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഞാൻ പാപത്തെ തോപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ എനിക്ക് നിസ്സാരമായിട്ട് തോപ്പിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? സ്വകാര്യ ജീവിതത്തിൽ ഞാൻ അനേക തവണ പാപത്തെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വെളിയിൽ നിൽക്കുന്ന പിശാചിനെ പുറത്താക്കാൻ എനിക്ക് കർത്താവിൻ്റെ കൃപയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗോലിയാത്തുമാരിന്ന് കൊല്ലപ്പെടാതെ നിൽക്കുന്നതിൻ്റെ കാരണം സ്വകാര്യ ജീവിതത്തിൻ്റെ പരിശുദ്ധി ഇല്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? വിശുദ്ധി അജയ്യമായ പരിചയാണ്. പറഞ്ഞേ വിശുദ്ധി അജയ്യമായ പരിച. ഹോളിനെസ് ഈസ് ഇൻവിസിബിൾ ഷീൽഡ്. വിശുദ്ധി അജയ്യമായ പരിച. ഭൂമിയിലെ ഏത് സംരക്ഷണ പ്രാർത്ഥനയെക്കാളും വലിയ സംരക്ഷണമാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധി തീർക്കുന്ന സംരക്ഷണ കവചം. വിശുദ്ധി അജയ്. ജ്ഞാനം 5:19. വിശുദ്ധി അജയ്യമായ പരിച. വിശുദ്ധി അജയ്യമായ പരിച. പറഞ്ഞേ വിശുദ്ധി അജയ്യമായ പരിച. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യം വിളിക്കുന്ന ഈശോയേ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ, ഈശോ, ഈശോ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്തെന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകം ചൊല്ലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധി. വിശുദ്ധി. ഹല്ലേലൂയ. അതായത് പാപവുമായി ഒരു ശുശ്രൂഷകന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടാവരുത്.